ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷേഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, സ്ത്രീ ഉംറയിലായിരിക്കുമ്പോൾ മുഖം മറക്കുന്നതിൻ്റെ വിധി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇഹ്റാമിലുള്ള സ്ത്രീ ഉംറയിലോ ഹജ്ജിലോ ആകട്ടെ നിഖാബ് കൊണ്ട് അവളുടെ മുഖം മറക്കരുത്. പക്ഷേ അതല്ലാത്തത് കൊണ്ട് മറക്കുക. ഖിമാർ, അതായത് തലക്ക് മുകളിലൂടെ ഇടുന്ന എന്തെങ്കിലും തുണി കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഭാഗം കൊണ്ടോ ഒക്കെ അവളുടെ മുഖത്തേക്ക് വീഴ്ത്തിയിടാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഹജ്ജത്തുൽ വദാഇലായിരിക്കുമ്പോൾ പുരുഷന്മാർ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഞങ്ങളിൽ ഉള്ളവൾ അവളുടെ തലയുടെ മുകളിലൂടെ അവളുടെ ഖിമാറിനെ മുഖത്തിനു മേലേക്ക് തൂക്കി ഇടുമായിരുന്നു, അവർ ഞങ്ങളുടെ അടുത്തു നിന്ന് പോകുന്നത് വരെ. അപ്പോൾ അവളുടെ ഉദ്ദേശം നിഖാബ് എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൾക്ക് വേണ്ടി പ്രത്യേകം ഹോളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അതിന് നിഖാബ് എന്ന് പറയും. അതായത് മുഖത്തിനു വേണ്ടി മുഖത്തിൻ്റെ അളവിലുണ്ടാക്കപ്പെട്ടത്, അതിന് നിഖാബ് എന്നാണ് പറയുക. അതുപോലെ ബുർഖ എന്നും പറയാറുണ്ട്. ഇത് ഇഹ്റാമിലായിരിക്കുമ്പോൾ ഹജ്ജിലോ ഉംറയിലോ ഉള്ള സ്ത്രീ ധരിക്കരുത്. അവൾ ഇതല്ലാത്ത സമയത്ത് ധരിക്കുക എന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇത് തെളിയിക്കുന്ന മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സ്ത്രീകൾ ഇത് ധരിച്ചിരുന്നു എന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനാലാണ് പറഞ്ഞത്, അൽ മുഹ്രിമാതു ലാ തൻതഖിബു വലാ തൽബസുൽ ഖഫാസൈൻ. ഇഹ്റാമിലുള്ള സ്ത്രീ നിഖാബ് ധരിക്കുകയോ അതല്ലെങ്കിൽ ഗ്ലൗസ് ധരിക്കുകയോ ചെയ്യരുത് എന്നത്. അതായത് ഇത് തെളിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ ഗ്ലൗസുകൾ ധരിച്ചിരുന്നു, അതുപോലെ നിഖാബ് ധരിച്ചിരുന്നു. പക്ഷേ ഇഹ്റാമിൻ്റെ സമയത്ത് ഇവ രണ്ടും ഉപയോഗിക്കരുത്. ഇവയല്ലാത്ത മാർഗങ്ങൾ കൊണ്ടാണ് മുഖം അതുപോലെ തന്നെ മുൻകൈകൾ മറക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ മറക്കേണ്ടത് എന്ന് സാരം. നിഖാബ് എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ അളവിനനുസരിച്ച് ഉണ്ടാക്കപ്പെടുന്ന, അതിൽ ഒരു കണ്ണിനോ രണ്ട് കണ്ണിനോ ഉള്ള ദ്വാരമുള്ള തുണിയാണ്. ഖഫാസാൻ എന്ന് പറഞ്ഞാൽ കൈ മറക്കുന്നതിന് വേണ്ടി കൈകളിൽ അണിയുന്ന ഗ്ലൗസാണ്. അപ്പോൾ ഇഹ്റാമിലുള്ള സ്ത്രീ അത് ധരിക്കരുത്, നിഖാബ് ധരിക്കരുത്. മറിച്ച് അവളുടെ മുഖം പുരുഷന്മാർ, അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ഖിമാറോ മറ്റെന്തെങ്കിലും ജിൽബാബിൻ്റെ ഭാഗമോ കൊണ്ട് അവളുടെ മുഖം മറച്ചുകൊള്ളട്ടെ. അല്ലാഹു തആല ആലം.